നിലപാട് സ്വീകരിക്കുവാൻ CPM ഏരിയ സെക്രട്ടറിയുടെ സർട്ടിഫിക്കറ്റ് CPIക്ക് ആവശ്യമില്ല എന്ന് CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് P. അജയ്കുമാർ. CPMന്റെ ഏരിയ സെക്രട്ടറിയുടെ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലല്ല CPI നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഞങ്ങൾ നിലപാടുകൾ സ്വീകരിച്ചാൽ നിലപാടുമായി മുന്നോട്ട് പോകും. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും CPI കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് P. അജയ്കുമാർ പറഞ്ഞു. CPI കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി പഴയങ്ങാടിയിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPI കല്യാശ്ശേരി മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ജിതേഷ് കണ്ണപുരം അധ്യക്ഷത വഹിച്ചു. ഞങ്ങൾ ശരിയായ നിലപാടുകൾ മാത്രമാണ് സ്വീകരിച്ചത്. അത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിക്കേണ്ട രാഷ്ട്രീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ രാഷ്ട്രീയ മൂല്യങ്ങൾ ഇന്നലകളിൽ എങ്ങനെയാണോ ഉയർത്തിപ്പിടിച്ചത് അതുപോലെ നാളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതിന് ആരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. നിങ്ങൾ ആരെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഏതെങ്കിലും ഏരിയ സെക്രട്ടറിയുടെ സർട്ടിഫിക്കറ്റ് കണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല ഈ പാർട്ടി. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ നിലപാട് സ്വീകരിച്ചാൽ ആ നിലപാടുമായി മുന്നോട്ട് പോകും. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഒരു പ്രസംഗം നടത്തേണ്ടി വന്ന ഒരു നിർബന്ധിതമായ സാഹചര്യം ഭാവിയിലും ഉണ്ടാക്കുക. കാരണം അത് ആത്യന്തികമായി ദുർബലപ്പെടുത്തുന്നത് ഇടതുപക്ഷത്തെയാണ് എന്നുള്ള നല്ല ബോധം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ കടുത്തൊന്നും പറയാത്തത്. ഞങ്ങൾക്ക് ഇതിനപ്പുറം പറയാൻ അറിയാത്തത് കൊണ്ടല്ല, കാരണം ഇപ്പോൾ പറയേണ്ടതല്ല. കാരണം അത് ആരെയാണ് സഹായിക്കുക? വിനോദ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗം ആരെയാണ് സഹായിച്ചത്? വിനോദ് സ്വന്തം നെഞ്ചിൽ കൈവച്ച് പരിശോധിക്കണം ആരെ സഹായിച്ചു എന്നുള്ളത്. CPI രണ്ട് വെള്ളാസ് പറഞ്ഞ് രണ്ട് തെറി പറഞ്ഞാൽ അത് സന്തോഷിക്കുന്നത് ഈ രാജ്യത്തെ വലതുപക്ഷങ്ങളാണ്, നമ്മുടെ ശത്രുക്കളാണ്. അവർക്കാണ് ആയുധമാകും. കാരണം എന്താ? ഇടതുപക്ഷ പ്രസ്ഥാനം അതിനകത്ത് നമ്മത്തല്ല, അതിനകത്ത് അടിപിടിയാ, അവർ തമ്മിൽ ഐക്യമില്ല. അങ്ങനെ ശത്രുക്കൾക്ക് വളവാകുന്ന സമീപനം സ്വീകരിക്കുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ താക്കോൽസ്ഥാനത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന സഖാവെന്ന നിലയിൽ നിങ്ങൾ പരിശോധിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒരു മുന്നണി സംവിധാനമുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയുന്നത് മാടായിലുള്ളതല്ല, പഴയങ്ങാടിയുള്ളതല്ല, ഇത് കേരളത്തിൽ മാത്രമുള്ളതല്ല, ഇന്ത്യയിലുള്ള മുന്നണിയാണ്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സഖാവ് D. രാജയും അതുപോലെ തന്നെ പ്രകാശ് കാരാട്ടും ബൃന്ദ കാരാട്ടും അതുപോലെ തന്നെ നമ്മുടെ നേതാക്കന്മാരുമെല്ലാം ചേർന്നുകൊണ്ട് അവരെല്ലാം ഈ നാടിന്റെ മാറ്റത്തിന് വേണ്ടി ഏറ്റവും ശരിയായ ഒരു രാഷ്ട്രീയ ധാരയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിക്കുകയാണ്. കാരണം ഈ രാജ്യത്തിന്റെ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റുകാരൻ ഓർമ്മിപ്പിക്കുന്നത് ഈ കാലഘട്ടത്തിന്റെ കടമേറ്റെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പറഞ്ഞോ ഞങ്ങൾ എന്താ തീരുമാനിച്ചത്? ഞങ്ങളുടെ പാർട്ടി ഘടകം തീരുമാനിച്ചിട്ട് പറഞ്ഞു. ആ സഖാവ് സ്വീകരിച്ചത് ഇടതുപക്ഷത്തിന് നിരക്കുന്ന സമീപനമല്ല. അതുകൊണ്ട് പ്രസന്ന എന്ന് സഖാവ് പറയുന്ന സഖാവിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് മാത്രമല്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ ശരിയായ തീരുമാനം ഞങ്ങൾക്ക് എടുക്കാൻ കഴിയും. ഇനിയും അതെടുക്കും. അതിന് നിങ്ങളുടെ ഇൻഡാസിന്റെ ആവശ്യമില്ല. നിങ്ങളെ കണ്ണൂരിട്ടല്ലോ, നിങ്ങളുടെ പേടിപ്പിക്കലോ നിങ്ങളുടെ പാർട്ടി ആവശ്യം മതി. ഞങ്ങളെ മേലെ കുറിച്ച് കയറാൻ വരണ്ട. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗളഹസ്തം ചെയ്യും, അല്ലെങ്കിൽ മാലിന്യ കൂമ്പാരമാണെന്ന് വിളിച്ചു പറഞ്ഞാൽ ഈ രാജ്യത്തെ ജനങ്ങൾ നിങ്ങളെ പുച്ഛിച്ചു തള്ളും എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതൊന്നും ഈ കേരളത്തിനകത്തോ ഈ പഴയങ്ങാടിയിലോ ഈ മാടായിലോ വില പോവില്ല. കാരണം എന്താ? ഞങ്ങൾ വളരെ ട്രാൻസ്പെറന്റ് ആയ പാർട്ടിയാണ്, ഏറ്റവും സുതാര്യമായ പാർട്ടിയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മടിയിൽ കനമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വഴിയിൽ ഭയമില്ല. മടിയിൽ കനമില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് വഴിയിൽ ഭയമില്ല. കാരണം എന്താ? ഞങ്ങളുടെ നിലപാട് സുതാര്യമായ നിലപാടുകളാണ്. ഞങ്ങൾക്ക് ഒരു സഖാവ് തെറ്റ് ചെയ്താൽ ആ സഖാവിന്റെ തെറ്റാണെന്ന് ആ സഖാവ് പാർട്ടിക്ക് അനഭിമത അതിന്റെ നയമനുസരിച്ചുകൊണ്ട് അതിന്റെ നിലപാടുകൾക്കനുസരിച്ചുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ ഏത് കോണിൽ നിന്ന് ആളുകൾ വന്നാലും അവരെ പരിശോധിച്ചുകൊണ്ട് അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ രീതിക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ഉതകുമെന്ന് തോന്നിയാൽ ഞങ്ങൾ അവരെ സ്വീകരിക്കും. അതിനകത്ത് നിങ്ങളുടെ ആരുടെ ഇൻഡാസിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആരും നിയന്ത്രിക്കേണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വതന്ത്രമായി പ്രവർത്തിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിന്റെ സ്വതന്ത്രമായ അസ്തിത്വവും വ്യക്തിത്വവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തീർക്കാമെന്നുള്ളതാണ്. ആ രാഷ്ട്രീയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എക്കാലത്തും നയിച്ചത്. ആ രാഷ്ട്രീയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും മാർഗദർശകമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ അധികാരത്തിന്റെ ഭാഗമായി സഞ്ചരിക്കുന്നതിന് പകരം നമ്മുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനം വേണ്ട, അതിനേക്കാൾ വലുത് മുഖ്യമന്ത്രിയോ മന്ത്രിമാരെക്കാൾ വലുത് നമുക്ക് നമ്മുടെ നാടിന്റെ ഭാവിയാണ് എന്നുള്ള ചരിത്രപരമായ തിരിച്ചറിവാണ്. ആ ചരിത്രപരമായ തിരിച്ചറിവിൽ നിന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടന്നു പോകുന്നത്. അതാണ് നമുക്ക് ഊർജമാകുന്നത്. ആ ആശയമാണ്
നമ്മുടെ ഏറ്റവും വലിയ ആവേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലമാക്കലല്ല, ഞങ്ങൾ ശരിയായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ മാടായി മേഖലയിൽ ഉൾപ്പെടെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആളുകൾ കടന്നു വരുന്നത്? അത് പരിശോധിക്കണം. പുതിയ പുതിയ മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പുതിയ ആളുകൾ കടന്നു വരികയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആളുകൾ കടന്നു വരുമ്പോൾ ഒരു വല്ലാത്ത വെറുപ്പ് അത് കാണിക്കേണ്ടതല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ ഉത്തരവാദിത്തം. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒരു പ്രവർത്തകൻ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകുമ്പോൾ ഈ CPI പോയാലും BJP പോയാലും CPI പോലെ എന്ന് പറയുന്ന സമീപനം നിങ്ങൾ തിരുത്തണം. അത് തിരുത്തുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങളെ നയിക്കുന്നത്. അതാണ് ഇടതുപക്ഷ രാഷ്ട്രീയം. അതാണ് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചത്. ഇപ്പോൾ അടുത്ത കാലത്ത് 2 വർഷം മുമ്പ് നമ്മുടെ പാർട്ടിക്കകത്ത് തളിപ്പറമ്പിലെ CPIM ഏരിയ കമ്മിറ്റി അംഗം സഖാവ് കോമത്ത് മുരളീധരനും അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് ആളുകളും വന്നു. അവർ വന്നപ്പോ ആ ആളുകളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നു. അതിന്റെ മുമ്പാണ് ചില ആളുകൾ നമ്മുടെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ട് അങ്ങോട്ട് പോയത്. ഞങ്ങളുടെ പാർട്ടി രാജിവെച്ച് അങ്ങോട്ട് പോകുമ്പോൾ അവരെല്ലാം വലിയ ശ്രേഷ്ഠന്മാരും, അവരുടെ പാർട്ടിയിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരുമ്പോൾ അവരെല്ലാം മ്ലേച്ഛന്മാരും എന്ന് പറയുന്ന സമീപനം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്നതല്ല. അതൊരു ശരിയായ സമീപനമല്ല. ഇടതുപക്ഷ പ്രസ്ഥാനം അതായിരിക്കണം ഏറ്റവും നിങ്ങളുടെ നയിക്കേണ്ട രാഷ്ട്രീയം എന്താണ്, നിങ്ങൾക്ക് പ്രചോദനമാകേണ്ട രാഷ്ട്രീയം എന്താണ്? ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് വിശാലമായ രാഷ്ട്രീയ ലക്ഷ്യമാണ്. ഞങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിന്റെ, ഏതെങ്കിലും വാർഡിന്റെ, അല്ലെങ്കിൽ ഒരു ബാങ്കിന്റെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമല്ല നമ്മളെ നയിക്കേണ്ടത്. നമ്മളെ നയിക്കേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിശാലമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ഇന്ത്യ മാറ്റിത്തീർക്കണം. ഇന്ത്യ നേരിടുന്ന നമ്മുടെ രാഷ്ട്രീയ കടമ എന്താണ്? നമ്മുടെ പാർട്ടി കോൺഗ്രസുകൾ വിലയിരുത്തൽ എന്താണ്? നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ചെങ്കൊടിയുടെ പ്രസക്തി എന്താണ്? അത് ആദ്യം പഠിക്കണം. നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ചെങ്കൊടി, CPI ഉയർത്തിപ്പിടിക്കുന്ന ചെങ്കൊടി, ആ ചെങ്കൊടിയിൽ നിന്നാണ് നിങ്ങൾ പിന്നീട് ഊർജം പകർന്നത് എന്നുള്ള ബോധമെങ്കിലും, ആ മിനിമം ബോധമെങ്കിലും നിങ്ങളെ നയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരാകുക? ഞങ്ങൾക്കതിന് സന്തോഷമില്ലവരല്ല. CPIM ദുർബലമായ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയം, ഇടതുപക്ഷ രാഷ്ട്രീയം ദുർബലമാകുമെന്ന് വിചാരിക്കുന്ന ആളുകളെ ഞങ്ങൾ നിവൃത്തിയില്ലാതെ മറുപടി പറയേണ്ടി വരുന്നതാ. ഞങ്ങൾക്ക് ഈ പ്രസംഗം നടത്താനോ ഈ പൊതുയോഗം നടത്താനോ വലിയ സന്തോഷമുള്ള ആളുകളല്ല. പക്ഷേ മറുപടി പറയേണ്ടത് അതൊരു രാഷ്ട്രീയമായ ഉത്തരവാദിത്തമാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് അങ്ങനെ മറുപടി പറയേണ്ടി വരുന്നത്. ഒരു നിർബന്ധിതമായ സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പ്രസംഗം ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന പ്രസംഗമല്ല. ഇടതുപക്ഷം ദുർബലമാക്കുന്ന ഒരു സമീപനം, ഒരു നടപടി സ്വീകരിക്കാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്ന പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, CPI. ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. കാരണം യോജിച്ച ഏറ്റവും ശക്തമായ ഒന്നുകിൽ നിങ്ങളുടെ 23ാമത്തെ പാർട്ടി കോൺഗ്രസിന്റെ രേഖ എടുത്ത് പരിശോധിക്കുക, അല്ലെങ്കിൽ 24ാം പാർട്ടി കോൺഗ്രസിന്റെ ആ രേഖക്കകത്ത് നിങ്ങളുടെ പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനം എന്താണ്? ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനാണോ? ഇടതുപക്ഷ പ്രസ്ഥാനം കൂടുതൽ യോജിപ്പോഴി ഏറ്റവും ഒടുവിൽ ഇന്ത്യ സഖ്യം വന്നു. ആ ഇന്ത്യ സഖ്യം വന്നതിന് ശേഷം വലതുപക്ഷ പാർട്ടികൾക്ക് കൂടുതൽ പ്രാമുഖ്യമുള്ള സഖ്യത്തിനകത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടത്ര പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ പോലും അവസരം ലഭിക്കുന്നില്ലാകുന്ന ഘട്ടം വന്നപ്പോ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഡൽഹിയിൽ ചേർന്ന് ഈ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവർ ഏറ്റവും ദൗർഭാഗ്യകരമായ അല്ലെങ്കിൽ ഏറ്റവും അനുചിതമായ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പദപ്രയോഗമാണ് ശ്രീ വിനോദ് എന്ന് പറയുന്ന CPIM ഏരിയ സെക്രട്ടറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ നടത്തിയത്. എന്തെല്ലാം മ്ലേച്ഛമായ പദപ്രയോഗങ്ങൾ! ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ അവർ ഉപയോഗിക്കേണ്ട ഭാഷയാണോ എന്ന് ഈ പൊതുസമൂഹം വിലയിരുത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തൊരു ഭാഷയാണ് ഉപയോഗിച്ചത്? എന്താണ് അതിന്റെ സംഭവവികാസങ്ങൾ? ഞാനതിന്റെ ഒരുപാട് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ മാടായിയിലെ 6ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ്, ആ ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പറഞ്ഞത് എന്താണ്? അധികാരത്തിന് വേണ്ടി, അല്ലെങ്കിൽ മാനില്യക്കുമാർ, അല്ലെങ്കിൽ ചുമലെഴുത് ചെവിടുന്നുക, ഗർഹസ്ഥം ചെയ്യുക. ഞാൻ ആ പ്രസംഗം കേട്ട ഒരാളാണ്. ഏറ്റവും ശരിയായ നിലപാട് സ്വീകരിച്ചതാരാണ്? ഒരു കമ്മ്യൂണിസ്റ്റുകാർക്ക് നിരക്കാത്ത ഒരു സമീപനം സ്വീകരിച്ചപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ ചട്ടക്കൂടിന്റെ ഭാഗമായി CPIയുടെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി അവർ അതിന്റെ ആ പദവിക്ക് അർഹിക്കുന്ന രൂപത്തിലുള്ള
ഒരു രാഷ്ട്രീയ ബോധം കാണിക്കാത്ത സമീപനം സ്വീകരിച്ചപ്പോൾ ആ സഖാവിനോട് ഏറ്റവും ശരിയായ കമ്മ്യൂണിസ്റ്റ് രീതി അനുസരിച്ചുകൊണ്ടുള്ള ഒരു സംഘടനാ നടപടിയെടുത്തുകൊണ്ട് ആ സഖാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരു പാർട്ടിയുടെ പേരാ CPI. ആ പാർട്ടിയുടെ നേർക്കാണ് പറയുന്നത്. ആ പാർട്ടികളെ കുറിച്ചായാലും പ്രത്യേകിച്ച് മുന്നണിയിലുള്ള പാർട്ടികളെ കുറിച്ചായാലും അത്തരം വാക്കുകൾ ഞാൻ എടുത്തുപയോഗിച്ചാൽ അതിന്റെ ദോഷം എനിക്കല്ല, എന്റെ പ്രസ്ഥാനത്തിനാണ് എന്ന് തിരിച്ചറിയുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ആ വാക്കുകൾ എടുത്ത് ഉപയോഗിക്കണോ പ്രയോഗിക്കാനും ഞാനാണല്ല. അത് മറ്റുള്ളവർ പാസ്സേക്കന്മാർ അത്തരം ഭാഷകൾ ശുദ്ധമാക്കി, നമ്മളിപ്പോ ശുദ്ധമായ ഭാഷകൾ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, അപ്പോൾ അത് ശുദ്ധമാക്കി സംസാരിക്കാൻ വേണ്ടി തയ്യാറാവും. പക്ഷെ വളരെ മോശമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ എവിടെന്നെങ്കിലും വരുന്ന ചപ്പും ചവറുമൊക്കെ വാരിക്കൂട്ടി ആളുകളുടെ എണ്ണം കണക്കാക്കുന്ന രീതി, അതൊന്നല്ല. CPI ബ്രാഞ്ചി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്, അതിനപ്പുറം ഒന്നില്ല, എല്ലാം അവരാണ്. നമ്മളൊക്കെ ഇന്ത്യ രാജ്യം എന്ന ഈ മഹാരാജ്യത്തിന്റെ ആളുകളുടെ എണ്ണം നോക്കിയിട്ടാണ് പ്രസ്ഥാനം നിശ്ചയിക്കുന്നത്. ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രസ്ഥാനം ഏതാണ്? അതല്ലല്ലോ പ്രസ്ഥാനം. ഒരു നിലപാടാണ് പ്രസ്ഥാനം. ആ നിലപാട് എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി നിലപാടെടുത്ത ഒരു പ്രസ്ഥാനത്തിന്റെ പേര് ഏതാണെന്ന് ചോദിച്ചാൽ അത് CPI ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ആ നിലപാട് കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന സംവിധാനം 80-ന് ശേഷം കേരളത്തിൽ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടായത്. അതുവരെ 10 വർഷം അധികാരത്തില്ലാത്ത പ്രസ്ഥാനം ഈ നാട്ടിലുണ്ടായിരുന്നു. ഞാൻ അതൊന്ന് സൂചിപ്പിച്ചു പോകുന്നതാണ്. അത് സൂചിപ്പിച്ചു പോകുന്നതന്നെ ഉള്ളൂ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ആഹ്ലാദ പ്രകടനത്തിലുണ്ടായ മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ അധ്യക്ഷനും അതുപോലെ മറ്റു ഭാഷകന്മാരും സംസാരിക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ കർത്തവ്യം എന്നത് മാടായി പഞ്ചായത്ത് 6-ാം വാർഡിൽ LDF വിജയത്തിന് പിന്നാലെ പഴയങ്ങാടിൽ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിൽ സംസാരിക്കുന്നതിനിടയിൽ CPIM മാടായി ഏരിയ സെക്രട്ടറി V. വിനോദ് CPIക്കെതിരെ നടത്തിയ പ്രസംഗത്തിനെതിരെയാണ് വിശദീകരണ യോഗം നടത്തിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അർപ്പിതമായ രാഷ്ട്രീയം പഠിക്കുവാൻ മൈക്ക് കണ്ടാൽ എന്തും വിളിച്ചു പറയുന്നവർ തയ്യാറാവണം. രാഷ്ട്രീയ കടമ എന്നത് അധികാരത്തിന് പിന്നാലെ പോകലല്ലെന്നും സമൂഹത്തെ നന്മയിലൂടെ നയിക്കുക എന്നതാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനുദാഹരണമാണ് ഇന്നു കാണുന്ന ഇടതുപക്ഷം എന്നും അദ്ദേഹം പറഞ്ഞു. തെറ്റുകളുണ്ടെങ്കിൽ നേതൃത്വവുമായി സംസാരിച്ച് തീർക്കേണ്ടതിന് പകരം പൊതുവേദിയിൽ CPMന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ CPIയെ പരസ്യമായി ആക്ഷേപിച്ചത് അംഗീകരിക്കാനാവില്ലെന്നും ഐക്യം എന്നത് തന്നെയാണ് CPIയും മുന്നോട്ട് വെക്കുന്നത് എന്നും ഇത് നടപ്പിലേക്ക് വരുത്തുവാൻ എല്ലാവരും തയ്യാറാവണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPI കല്യാശ്ശേരി മണ്ഡലം സെക്രട്ടറി PV ബാബുരാജേന്ദ്രൻ, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ വേലിക്കാത്ത് രാഘവൻ, P. നാരായണൻ, രേഷ്മ പരാഗൻ, KV സാഗർ, മാടായി ലോക്കൽ സെക്രട്ടറി വിവേക് വാടിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. വർത്തമാൻ ന്യൂസിനു വേണ്ടി പഴയങ്ങാടിൽ നിന്നും രാജേഷ് രവിപുരം.